ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ആർമീസ് വേൾഡിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു പിസ്ത ഫ്ലേവറുള്ളൊരു കേക്കാണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ. ആദ്യമായി നമുക്ക് ഒരു കപ്പ് എന്ന് വെച്ചാൽ 250 ml അര കപ്പ് പിസ്ത എടുത്ത് നമ്മൾ മിക്സിയിൻ്റെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കപ്പ് മൈദ ഇട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സിയിലൊന്ന് കറക്കിയെടുക്കാം. അത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. അതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. ഒരു നുള്ള് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. ഒരു നുള്ള് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഒരു ടീസ്പൂണ് പാൽപ്പൊടിയുടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഇതിൻ്റെ തരി കാണും ബാക്കി, അത് നമുക്ക് കളയാം. അതിലേക്ക് ഇടാൻ പാടില്ല. ഇനി ഒരു ബൗളിലേക്ക് 2-3 മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കാം. അതൊന്ന് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. അതിലേക്ക് നമുക്ക് ഒരു സ്പൂണ് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് പൊടിച്ചു വെച്ചിട്ടുള്ള പഞ്ചസാര കുറേശ്ശെ ആയിട്ട്, അര കപ്പ് പഞ്ചസാരയാണിത്. ഒരു കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്, അപ്പോൾ അര കപ്പ് പഞ്ചസാര അതൊന്ന് കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ അരിച്ച് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ കേക്കിൻ്റെ പാനിലാണ് ഇത് ഉണ്ടാക്കുന്നത്. നമുക്ക് പാനില്ലെങ്കിൽ നമ്മൾ ഏത് പാത്രമാണ് നമ്മളെ കയ്യിലുള്ളത് അതിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എൻ്റെ കയ്യിൽ ഇത് ഉള്ളത് കൊണ്ടാണ് ഞാനിതെടുത്തത്. ഇനി അതിലേക്ക് കട്ടി കൂടുതലായതുകൊണ്ട് നമുക്കൊരു 1/4 കപ്പ് പാലൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂണാണ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടെ നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഒരു 3 ടീസ്പൂണ് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ പാന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഇതുപോലെ ഇങ്ങനെ അട്ടിയായി വരുന്ന ഈ പരുവത്തിലാണ് നമുക്കിതിൻ്റെ ബാറ്റർ റെഡിയാക്കി എടുക്കേണ്ടത്. മോൻ കൈ കാണിക്കുകയാണ് അവന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിത് ഒരു കുക്കറ് ഒരു 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെച്ച് കൊടുത്തതാണ്. ഇപ്പോൾ ഒരു 20 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കതിന് ഇറക്കാം. ഇനി ചൂടാറുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട ഈ ക്രീമൊന്ന് ശരിയാക്കിയെടുക്കാം. അര കപ്പ് ക്രീം, ഒരു 1/4 കപ്പ് പഞ്ചസാര, അതിലേക്ക് ഒരു 1/4 കപ്പ് പാലൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇവിടെ മാറ്റി വെക്കാം.
ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരുപാട് കൂടരുത്. പിസ്തേൻ്റെ എസൻസ് കൂടിക്കഴിഞ്ഞാൽ ടേസ്റ്റിന് വ്യത്യാസം വരും. ഇനി നമ്മൾ കേക്ക് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതിൻ്റെ മുകൾ ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം. 2 ലെയറാക്കി എടുക്കാം. ക്രീമൊന്നും നമ്മൾ ഒരുപാട് ഡെക്കറേറ്റ് ചെയ്യണില്ല. പക്ഷേ ക്രീം നമ്മളൊന്ന് ഒഴിച്ച് കൊടുക്കണം. നല്ല ആ പാലും വിപ്പിംഗ് ക്രീമും കൂടി മിക്സ് ചെയ്ത് വെച്ചതാണ് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത്. ഒന്നിങ്ങനെ കുത്തി കൊടുക്കുക, അതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. മറ്റേ ലെയറോടെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ബാക്കിയുള്ള ക്രീം കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മൾ വേറെ ക്രീമൊന്നും അപ്ലൈ ചെയ്യുന്നില്ല, കവർ ചെയ്യുന്നില്ല. നമ്മൾ ഇത് ഒന്നിങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നത് നല്ല ടേസ്റ്റുള്ളൊരു കേക്കാണ്. നമ്മൾ പിസ്ത ഒക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട്, പിന്നെ മിൽക്കും ഇത്രയായപ്പോൾ നമ്മൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.